ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ലിപ്സ്റ്റിക്കിന്റെ ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം എനിക്ക് ചെറുതായിട്ടൊന്ന് കളിക്കും. അത് വേറൊന്നുമല്ല, ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു. ഒരു മറൂൺ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതേ ഷെയ്ഡിൽ തന്നെ എനിക്ക് ഷുഗറിന്റെ ഒരു ലിപ്സ്റ്റിക് മേടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സമയം തീർന്നു മേടിക്കാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് എനിക്ക് ടെസ്റ്റർ വന്നതാണ്. അവിടെ മിസ്റ്റേക്ക് എൻ്റെ മിസ്റ്റേക്കാണ്. ടെസ്റ്റർ വന്നിട്ട് ലിപ്പിലിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തത് എനിക്ക് അത് റിമൂവ് ചെയ്യാനൊരു മനസ്സ് വന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്തിട്ട് കയ്യിൽ കാണണ്ട, കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തു. എനിക്ക് കറക്റ്റ് കളർ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നോക്കാനൊന്നുമില്ല, കറക്റ്റ് കളർ എനിക്കിത് മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് പൊട്ടിക്കാത്തയാണല്ലോ. വീട്ടിൽ വന്ന് ഞാൻ പൊട്ടിച്ച് എൻ്റെ ചുണ്ടിലിട്ടപ്പം എൻ്റെ കിളി കറുപ്പ്. കാരണം എന്താ അറിയും, എൻ്റെ ചുണ്ട് കറുപ്പ് കിടക്കുന്നു. അതാണെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക്ക് മേടിച്ച് പാളിപ്പോയി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിന് 1000 ആണ് വരുന്നത്. 1000 രൂപ കൊടുത്ത് മേടിച്ച് ഈ സാധനം എൻ്റെ ചുണ്ടിലിട്ടപ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ ഡാർക്കായി കിടക്കുക. അപ്പം എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയത് ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കാനും പറ്റില്ല, യൂസ് ചെയ്യാനും പറ്റില്ല, വല്ലാത്തൊരു അവസ്ഥയായി. 2 തവണയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പുറത്തുപോയി. അപ്പോൾ എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യം പിടിച്ച് നമ്മുടെ ലിപ്പിലെ കുറേയൊക്കെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് മാറുന്നത് അധികം നമ്മുടെ മേക്കപ്പിലും നമ്മൾ മുഖത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, കണ്ണിലെഴുതാണ്ട് നമുക്ക് ക്ഷീണം പിടിക്കും, കണ്ണിൽ എഴുതിയാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാകുന്നു, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ. അതുപോലെ ഈ ലിപ്സ്റ്റിക്കിന്റെ കളറിലും അപ്പോൾ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ ചുണ്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ഒന്നാമതേ ഞാൻ ഭയങ്കര ദേഷ്യം ചെയ്യുന്ന ഒരു മുഖം എനിക്ക് മൊത്തത്തിലുള്ളത്. അതും കൂടി ആയപ്പം പക്ക. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എടി നീ ടെസ്റ്റ് ചെയ്തിട്ടില്ല മേടിച്ചത് എന്താ ഇങ്ങനെയെന്ന്. ഞാനിങ്ങനെ എന്നോട് അങ്ങനെയൊന്നും പറയരുത്, കാരണം ഞാൻ ഓൾറെഡി അത് ടെൻഷനായിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയിൽ വേറെ ആൾ നമ്മൾ അങ്ങനെ കൂടി പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലേ. 2 തവണ കിട്ടും. പിന്നെ ഇതിട്ട് മാറ്റി വയ്ക്കാനും പറ്റില്ല, യൂസ് ചെയ്യാനും പറ്റില്ല, വല്ലാത്തൊരവസ്ഥയും. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ എടുത്തു. ഇതെൻ്റെ ലിപ് ബാമാണ്. ഇത് ഏതാണ് ഒന്നും ചോദിക്കരുത്, കാരണം സംഭവം ഇതിൽ മാഞ്ഞു പോയിട്ടുണ്ട്. ഇതിന് 200 സംതിങ് എത്രയാണ്. ഇതിൻ്റെ കളർ വരുന്നത് വേണ്ട ഒരു പിങ്കാണ് ഉണ്ടോ, യൂസ് ചെയ്തതിന് ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന് ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനൊരു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് ഒരു ഡാർക്കായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പിങ്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇട്ടിട്ട് ഇതിന് മേലൊന്ന് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത്. ഇനി ഞാൻ ഓവർ ഷാർപ്പ് ചെയ്യാത്തതുകൊണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല. ഇപ്പം ഇതിനൊരു മെറൂൺ ഷെയ്ഡ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് പിടിക്കാം ഉണ്ടോ. ഓക്കെ, അങ്ങനെ ഞാനിത് കണ്ടുപിടിച്ചു ഈ ഒരു ഷെയ്ഡെന്ന്. അതായത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ലിപ്സ്റ്റിക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കയ്യിൽ ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കരുത്. നമ്മൾ ലിപ്പ് ക്ലീൻ ചെയ്ത് ആ ഫ്രഷ് ആയിട്ടുള്ള ആ ലിപ്സ്റ്റിക്ക് നമ്മുടെ ലിപ്പിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കണം. ഇതിപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുള്ളതല്ലേ, ഇനി ഞാൻ ലിപ് ബാം കളഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം. ഇതന്നെ നോർമൽ. ഓക്കെ, ചെറിയൊരു ടിൻ്റ് ഉണ്ട് ലിപ് ബാമിൻ്റെ. തമ്മിൽ ഉള്ള വ്യത്യാസം നോക്കി കണ്ടാ, നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഡാർക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിനോട് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമല്ല. ഇത് മാത്രം യൂസ് ചെയ്യുമ്പോൾ നല്ല ഡാർക്കാണ്. നമ്മുടെ ലിപ്പും നമ്മുടെ സ്കിന്നും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതിൽ കാണുന്ന കളറായിരിക്കില്ല നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെ പോലെ ഇതുപോലെ ഡാർക്ക് മേടിച്ച് പണി കിട്ടിയവരാണെങ്കിൽ അത് നമ്മൾ ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ആ ലൈറ്റ് ഷെയ്ഡ് നമ്മൾ ആദ്യം നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഡാർക്ക് കൊണ്ടിട്ട് ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് അപ്പോൾ അത് മാത്രം വിസിബിൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിയിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കും മേലെ നമ്മൾ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കും കൂടി 2 കൂടി മിക്സ് ആയിട്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടും. ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ ഈ ലിപ് ബാം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മതിയുള്ളൂ. അപ്പം വീട്ടിൽ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കുകൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടി എടുത്ത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെ ചിലപ്പോൾ നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ കിട്ടിയിരിക്കും. അപ്പം ജസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ടിപ്സിനായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.